അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശംസകൾ. ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് ദൈവസ്തുതിപ്പിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം. നാം ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ചെറുപ്പം മുതലേ പലതരത്തിലുള്ള പ്രാർത്ഥനകളിൽ നാം പങ്കുചേർന്നിട്ടുണ്ട്. ഔദ്യോഗിക സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനകളുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനകളുണ്ട്. അതുകൂടാതെയുള്ള പലതരത്തിലുള്ള പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. എന്നാൽ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള വ്യതിരിക്തതയും ശക്തിയെയും കുറിച്ച് ഒരു ദൈവ പൈതൽ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 50-ാം അധ്യായം 14-ാം വാക്യം, ദൈവസ്തുതിപ്പായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി, സ്തുതിയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. ഈ വചനത്തിന്റെ ആഴത്തെക്കുറിച്ച് അച്ഛന്റെ ജീവിതത്തിൽ അറിയാൻ ഇടവന്നൊരു സാഹചര്യം അച്ഛൻ ഓർമ്മിക്കുകയാണ്. ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥിക്കുന്ന ശീലമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. കുഞ്ഞുനാൾ മുതലേ ഒത്തിരി പ്രാർത്ഥിക്കും. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഒരുപാട് നിശബ്ദതയിൽ പ്രാർത്ഥിക്കും. ദേവാലയങ്ങളിൽ ഒരുപാട് നിശബ്ദതയിൽ പ്രാർത്ഥിക്കും. വ്യക്തിപരമായി ഒരുപാട് പ്രാർത്ഥിക്കും. സെമിനാരിലായിരുന്നപ്പോഴും ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ദീർഘകാലം നിശബ്ദതയിൽ ഒരുപാട് പ്രാർത്ഥിച്ച അനുഭവം ഈ അച്ഛനുണ്ട്. അച്ഛൻ വൈദികനായിരിക്കുമ്പോൾ വൈദിക ജീവിതത്തിന്റെ ആദ്യത്തെ കാലഘട്ടം പാലക്കാട് രൂപതയുടെ അട്ടപ്പാടിയിലുള്ള ഒരു ഇടവക വികാരിയായിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം രോഗപീഡിതമായ ഒരു ശിശുവുമായി, ഒരു കുട്ടിയുമായി ഒരു വീട്ടമ്മ അച്ഛൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛൻ അവർക്ക് വേണ്ടി പ്രത്യേക വിധം പ്രാർത്ഥിച്ചു. അച്ഛന്റെ നിശബ്ദതയിലുള്ള ദീർഘകാലത്തെ പ്രാർത്ഥന പരിചയം വെച്ച് അച്ഛൻ ആ വ്യക്തിക്ക് വേണ്ടി നിശബ്ദതയിൽ പ്രാർത്ഥിച്ച് അവരെ വിട്ടയച്ചു. എന്നാൽ ആ വ്യക്തിയുടെ രോഗപീഠകളിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്നെ അസ്വസ്ഥപ്പെടുത്തി. ആ സാഹചര്യങ്ങളെ മുന്നിൽ വെച്ച് ദൈവസന്നിധിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചു. കർത്താവേ, ഇത്രകാലം പ്രാർത്ഥിച്ച് ഇത്രകാലം അങ്ങയുടെ സന്നിധിയിൽ നിശബ്ദതയിൽ അങ്ങയെ മഹത്വപ്പെടുത്തിയ അങ്ങയുടെ ദാസൻ ഒരു ബാലന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആ രോഗപീഠ അവനെ വിട്ടുപോകാതിരുന്നത്? ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ശക്തിയുള്ളൊരു പ്രാർത്ഥന എന്നെ പഠിപ്പിക്കണം. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന അതെന്നെ പഠിപ്പിക്കുക. അങ്ങനെ ദൈവസന്നിധിയിൽ ഈ നിയോഗം പ്രാർത്ഥനയിൽ വെച്ചിട്ട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി. ദൈവം പെട്ടെന്നൊന്നും ഉത്തരം തന്നില്ല. എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു ദേവാലയത്തിൽ നിശബ്ദനായിരിക്കുമ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കുമാറായി. എന്നോട് നീ എന്താണ് ചോദിച്ചത്? ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന. അതിന് നീ എന്തിനധികം ആകുലപ്പെടണം? ഞാൻ മാലാഖമാരെ പഠിപ്പിച്ച പ്രാർത്ഥന ശ്രദ്ധിക്കുക. ഞാൻ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാലാഖമാരെ ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ച് അന്വേഷിച്ചു. ദൈവമാണ് മാലാഖമാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതെന്ന് എനിക്ക് ബോധ്യം കിട്ടി. ദൈവം മാലാഖമാരെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ വെളിപാടിന്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശ്രദ്ധയെ കൊണ്ടുപോയി. വെളിപാട് 19-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: സ്വർഗത്തിൽ വലിയ ഒരു സ്വരം ഞാൻ കേട്ടു. അവിടുത്തെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങൾ എല്ലാവരും അവിടുത്തെ സ്തുതിക്കുവിൻ. പിന്നെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, ഗംഭീരമായ ഇടിമുഴക്കം പോലെ, ജനക്കൂട്ടത്തിന്റെ ആരവം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ. ജനക്കൂട്ടത്തിന്റെ ഇരമ്പൽ പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, ഗംഭീരമായ ഇടിമുഴക്കം പോലെ. യോഹന്നാൻ ശ്ലീഹായ്ക്ക് പരിചയമുണ്ടായിരുന്ന വലിയ ശബ്ദം ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കേട്ട സ്വരം ഏതാണ്ട് ഇതുപോലെ ഇരുന്നു. വലിയ ഇരമ്പല്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, ഗംഭീരമായ ഇടിമുഴക്കം പോലെ വലിയ ഒരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്കൊരു കാര്യം ബോധ്യം കിട്ടി. ഹല്ലേലൂയ എന്നൊരു പ്രാർത്ഥന ദൈവം വളരെ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഒരു ദൈവവൈതൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ
നിങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവിൻ സ്വർഗത്തിൽ മുഴങ്ങിയ സ്വരമാണ്. അപ്പസ്തോലൻ കേട്ട സ്വരമാണ്. വെളിപാടിന്റെ ഗ്രന്ഥത്തിലൂടെ ദൈവജനത്തെ പഠിപ്പിച്ച സ്വരമാണിത്. ചെറിയവരും വലിയവരുമായ നിങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവിൻ. ഈയൊരു ദൈവിക ഇടപെടലിലൂടെ അച്ഛന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ 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 എന്ന് അച്ഛൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രാർത്ഥന ഉറക്കെ പ്രാർത്ഥിക്കുന്ന രീതി ആയിരുന്നില്ല. ഇതൊരു വിലകെട്ട പ്രാർത്ഥനയായി കരുതിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ രഹസ്യത്തിൽ ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പ്രാർത്ഥന എന്നെന്റെ ജീവിതത്തിൽ ഞാൻ ആരംഭിച്ചോ അന്ന് തൊട്ട് വലിയ ദൈവിക ഇടപെടലുകൾ കാണുവാൻ സാധിച്ചു. വലിയ അത്ഭുതങ്ങൾ, ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതകരമായി സംഭവിക്കുന്നത് ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ ഈ അച്ഛന് സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തുതിപ്പ് അത്ഭുതകരമായ ശക്തിയെ കൊണ്ടുവരുന്നു. ദൈവത്തെ ഒരു ദൈവവചനം സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഭൂമിയിലേക്ക് ആ ദൈവവചന പ്രാർത്ഥന വഴി ഇറങ്ങാൻ ആ വ്യക്തി കാരണമായി തീരുന്നു. ഞാൻ ഓർക്കുന്നു, ഈ സ്തുതിച്ചൊരു സംഭവം. ഒരു ദിവസം ഒരു ശുശ്രൂഷയ്ക്കിടയിൽ ഇങ്ങനെ ദൈവജനത്തോടു കൂടെ ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തുണ്ടായ അനുഭവം ഒരു സഹോദരി രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആ സഹോദരി കോഴിക്കോട് ജില്ലയിൽ പുല്ലൂരാമ്പാറ ദേശത്തു നിന്നാണ് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ പുല്ലൂരാമ്പാറയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വളരെയേറെ ശാരീരിക രോഗങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കൂട്ടായ്മയോട് ചേർന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം കരങ്ങൾ ഉയർത്തി സമൂഹത്തോട് ചേർന്ന് ഉറക്കെ സ്തുതിക്കുന്ന സമയത്ത് എന്റെ കഴുത്തിന്റെ പുറകിലുണ്ടായിരുന്ന, വർഷങ്ങളായി എന്റെ കഴുത്തിലുണ്ടായിരുന്ന മുഴ അപ്രത്യക്ഷമായി. ഒത്തിരിയേറെ വേദനയോടുകൂടെ എന്റെ ശരീരത്തിന്റെ രോഗപടകളെ സമർപ്പിച്ച് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തുതിപ്പിന്റെ സമയത്ത് കഴുത്തിന്റെ പുറകിലുണ്ടായിരുന്ന മുഴ ആ സഹോദരിയുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി തന്റെ ശക്തിയെ ആ സഹോദരിയുടെ രോഗപീഠയിൽ യേശു ക്രിസ്തു ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവം രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. കോതമംഗലം രൂപതയിൽ നിന്നാണ് ആ വ്യക്തി എഴുതുന്നത്. തുടങ്ങനാട് പുറോനപ്പള്ളിയിൽ വെച്ച് നടത്തിയ ശുശ്രൂഷയിൽ ഞാനും കുടുംബവും പങ്കെടുത്തിരുന്നു. ഞങ്ങൾ 10 വർഷമായി പലവിധ ചികിത്സകൾ നടത്തിയിട്ട് ഹോർമോൺ തകരാറ് മൂലം ഇനി നിങ്ങൾക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകുകയില്ല എന്ന് ഡോക്ടർമാർ എഴുതി തള്ളിയ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എന്റെ ഭാര്യയ്ക്ക് 39 വയസ്സ്. ഞാനും കുടുംബവും തുടങ്ങനാട് പുറോനപ്പള്ളിയിൽ വെച്ച് നടത്തിയ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. ആ ധ്യാനത്തിൽ വെച്ച് സമൂഹത്തോട് ചേർന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നു. സ്തുതിപ്പിന്റെ സമയത്ത് ധ്യാനത്തിൽ ടീം അനൗൺസ്മെന്റ് നടത്തി. കുഞ്ഞുങ്ങളില്ലാതെ 10 വർഷമായി പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന് കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കായി ദൈവം ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 വർഷങ്ങളെ ഹോർമോൺ തകരാറ് നിമിത്തം ഇനി ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ലെന്നും 39 വയസ്സായ എന്റെ ഭാര്യ ഇനി ഒരിക്കലും ഗർഭവതിയാകുകയില്ലെന്നും വിചാരിച്ച് നിരാശപ്പെട്ടിരുന്ന ഒരു കുടുംബം സമൂഹത്തോട് ചേർന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീമിന് കർത്താവ് സന്ദേശം നൽകി. 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന് കർത്താവ് കുഞ്ഞിനെ കൊടുക്കുന്നുവെന്ന്. അത് പ്രകാരം കുഞ്ഞിനെ പ്രാപിച്ച, കുഞ്ഞിനെ കിട്ടിയ കുടുംബം സഭാ സമക്ഷത്തിങ്കൽ ദൈവത്തിന്റെ ഇടപെടലിനെ വെളിപ്പെടുത്താൻ നൽകിയിരിക്കുന്ന കത്താണിത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്തുതിച്ചപ്പോൾ, പിതാവിന്റെ നാമത്തെ സ്തുതിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചപ്പോൾ ദൈവജനത്തിനിടയിൽ സംഭവിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛന്റെ ചിന്തയിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഇത്രയും കാലം നിശബ്ദമായി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നില്ലേ? സ്തുതിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രമാത്രം അത്ഭുതങ്ങൾ സംഭവിച്ചത്? സ്തുതിപ്പിന് എന്താണ് ഇത്രമാത്രം ശക്തിയുള്ളത്? ഇതിനെക്കുറിച്ച് ചിന്താകുലനായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ശ്രദ്ധയെ സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 69-ാം അധ്യായത്തിൽ 30-31 വാക്യങ്ങളിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ വചനപ്രകാരം പഠിപ്പിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ പാടി സ്തുതിക്കും, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനേക്കാളും പ്രസാദകരമായിരിക്കും. അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനേക്കാളും പ്രസാദകരമായിരിക്കും. എന്താ കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ബലി പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും സമുന്നതമായ പ്രാർത്ഥനയാണ് ബലിയർപ്പണം. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏക ബലിയാണ് നമ്മുടെ എല്ലാം ബലി.
എന്നാൽ പഴയ നിയമത്തിൽ പലതരത്തിലുള്ള ബലികളുണ്ടായിരുന്നു. പാനീയ ബലി, സ്തോത്രബലി, ധാന്യബലി, യാഗബലി, പലതരത്തിലുള്ള ബലികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ബലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബലിയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും സമുന്നതമായ ബലിയായിരുന്നു ദഹനബലി. ഊനമറ്റ ഒരു കുഞ്ഞാടിനെ, ഊനമറ്റ ഒരു കാളയെ കൊണ്ടുവന്ന് ബലിപീഠത്തിങ്കൽ വെച്ച് ബലിയർപ്പിച്ച് ദൈവത്തിന് മഹത്വം നൽകുക എന്നുള്ളത് ദൈവം വചനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. കൊമ്പും കുളമ്പുമുള്ള ഒരു കാളക്കൂറ്റനെ കൊണ്ടുവന്ന് ബലിപീഠത്തിങ്കൽ വെച്ച് ബലിയർപ്പിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നതിലേറെ സന്തോഷം കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങൾ പാടി സ്തുതിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നു. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ പാടി ദൈവത്തിന് പ്രീതികരമായ പ്രാർത്ഥനയാണ് ദൈവസ്തുതിപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരാളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കരുത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കറി വെച്ച് കൊടുത്ത് ഒരാളെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഏത് വിധത്തിലുള്ള കറിയാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക? അദ്ദേഹത്തിന്റെ ടേസ്റ്റിന് ഇണങ്ങിയ വിധത്തിലുള്ള ഒരു നല്ല കറി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കറിയാണ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിലോ അദ്ദേഹത്തിന് സന്തോഷം വരണം നിർബന്ധമില്ല. പ്രാർത്ഥിക്കുമ്പോൾ ആരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് ഏത് പ്രാർത്ഥനയാണ് പ്രീതികരമെന്ന് ഞാനോ അല്ലെങ്കിൽ വേറൊരു മനുഷ്യനോ പറയുന്നതല്ല അടിസ്ഥാന മാനദണ്ഡം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന മേഖലകളാണ് ദൈവവചനം. ദൈവവചനമാണ് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന മേഖല. ദൈവവചനത്തിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തനം 69, 30, 31 നാം കേട്ടു. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ പാടി സ്തുതിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണ്. ഇങ്ങനെ ദൈവത്തിന് പ്രീതികരമായ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയെ ഈ ഭൂമിയിലേക്ക് വ്യാപരിക്കാൻ ഞാനും നിങ്ങൾ കാരണമാവുകയാണ്. സ്തുതിപ്പിന്റെ പ്രാർത്ഥന ദൈവശക്തി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവസ്തുതിപ്പ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങൾ സമർപ്പിച്ച്, ഭാരങ്ങൾ സമർപ്പിച്ച്, പ്രയാസങ്ങൾ സമർപ്പിച്ച്, ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിന്റെ ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് വിശ്വാസത്തോടെ ദൈവത്തിന്റെ അത്ഭുത നാമത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുത ശക്തിയെ സ്തുതിക്കുന്നു, കണ്ണടച്ച് സ്തുതിക്കുന്നു. അറിയാവുന്നതുപോലെ ഓരോ മകനും മകളും ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. രോഗങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു, ദുഃഖങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു, പ്രയാസങ്ങളിലേക്ക്, സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു, തകർച്ചകളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഓരോ തരത്തിലുള്ള പ്രതികൂലങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തിയെ വീശിയടിക്കുന്ന സമയമാണിത്. എല്ലാ ദൈവമക്കളും ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെയുള്ള സ്തുതിപ്പിന്റെ പ്രാർത്ഥന അത്ഭുത ശക്തിയെ നമ്മുടെ മേൽ കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ശക്തി, കൃപയുടെ ശക്തി, ദൈവത്തിന്റെ അത്ഭുത ശക്തി സകല തിന്മകളുടെ മേലും വ്യാപരിച്ച് നിർവീര്യമാക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവസ്തുതിപ്പിലൂടെ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം, യേശുവേഗരക്ഷകനെ ആരാധിച്ചിടാം, ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം, സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം, ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം, ആരാധിച്ചിടാം, നമുക്ക് ആരാധിച്ചിടാം. യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം. സ്തുതിയുടെ
സ്തുതിയുടെ സിംഹാസനങ്ങളിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമായ കർത്താവ് ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ നമുക്ക് അണിചേരാം. ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക ലക്ഷങ്ങളോട് ചേർന്ന് നമുക്കും അവിടുത്തെ ആരാധിക്കാം. ഈ ആരാധനയുടെ, ഈ സ്തുതിയുടെ നിമിഷങ്ങളിൽ അത്ഭുതകരമായ ശക്തി രോഗപീഠകളിലേക്ക് വ്യാപരിക്കാൻ കർത്താവ് തിരുവള്ളമാകുന്നു. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ ആരാധിക്കുന്നു, യേശുവിന്റെ സാന്നിധ്യത്തെ ആരാധിക്കുന്നു. എവിടെയാണോ ഇരിക്കുന്നത്, ഇതാ അവിടെ തന്നെ യേശു ക്രിസ്തു നിന്റെ അരികിലെത്തിയിരിക്കുന്നു. നിന്റെ തൊട്ടരികിൽ തന്നെ ഇതാ അവിടുന്ന് കടന്നു വന്നു കഴിഞ്ഞു. മകനെ, വിശ്വാസത്തോടെ, ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയ വിശ്വാസത്തോടെ ജീവിക്കുന്ന യേശുവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ, സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന സർവശക്തനായ തമ്പുരാനെ, ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടും അങ്ങയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ സ്തുതികളുടെ ആരവങ്ങളിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ അത്ഭുത രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ അവിടുന്ന് വർഷിക്കണമേ, വർഷിക്കണമേ, വർഷിക്കണമേ. ഈ സ്വരം കേട്ട് ഈ കൂട്ടായ്മയിൽ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളിലേക്ക് അത്ഭുത സൗഖ്യങ്ങൾ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. കൈകാലുകൾ, നാഡീഞരമ്പുകൾ, രക്തധമനികൾ, മാംസപേശികൾ, രോഗപീഡിതമായ ഓരോ കോശങ്ങളിലേക്കും യേശുവിന്റെ അത്ഭുത രോഗശാന്തി നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി ഈ സ്തുതിപ്പിന്റെ നിമിഷങ്ങളിൽ രോഗികളിലേക്ക് നിറയട്ടെ. എല്ലാ രോഗികളും, എല്ലാ രോഗികളും, എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവിധ രോഗപീഠകൾ, പൈശാചിക പീഠകൾ, തിന്മയുടെ ആധിപത്യങ്ങൾ യേശുവിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഈ സ്തുതിപ്പിന്റെ നിമിഷങ്ങളിൽ ദൈവമക്കളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. എൻ്റെ പേര് സന്തോഷ്. ഞാൻ തൊടുപുഴയിൽ നിന്നായിരുന്നു. ഞാൻ 2003 ഇവിടെ മാർച്ച് മാസത്തിലൂടെ വന്ന് ധ്യാനം കൂടിയിരുന്നു. ധ്യാനത്തിൽ വരുമ്പോൾ എൻ്റെ നെറ്റിയുടെ ഭാഗത്ത് പെരുമഴയും ആ ഭാഗത്ത് അസ്ഥി ദ്രവിച്ചും പോയിരുന്നു. അത് സീരിയസ് ആയിട്ട് ഡോക്ടർമാർ സ്ഥിരീകരിച്ചായിരുന്നു. ഇവിടെ നിന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആ ധ്യാനത്തിന്റെ അവസരത്തിൽ ഈശ്വരനെ തൊട്ട് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ക്രമേണ മഴ വിദ്യത്വം മാറുകയും ചെയ്തു. എൻ്റെ പേര് സന്തോഷ്. ഞാൻ തൊടുപുഴയിൽ നിന്നായിരുന്നു. ഞാൻ 2003 ഇവിടെ മാർച്ച് മാസത്തിലൂടെ വന്ന് ധ്യാനം കൂടിയിരുന്നു. ധ്യാനത്തിൽ വരുമ്പോൾ എൻ്റെ നെറ്റിയുടെ ഭാഗത്ത് പെരുമഴയും ആ ഭാഗത്ത് അസ്ഥി ദ്രവിച്ചും പോയിരുന്നു. അത് സീരിയസ് ആയിട്ട് ഡോക്ടർമാർ സ്ഥിരീകരിച്ചായിരുന്നു. ഇവിടെ നിന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആ ധ്യാനത്തിന്റെ അവസരത്തിൽ ഈശ്വരനെ തൊട്ട് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ക്രമേണ മഴ വിദ്യത്വം മാറുകയും ചെയ്തു. പവർ ഹൗസ്. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ എന്തുതന്നെയായാലും ഞങ്ങൾക്ക് എഴുതുകയോ വിളിക്കുകയോ ചെയ്യുക. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഡ്രസ്: പവർ ഹൗസ്, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 and 253647. എന്റെ പേര് ആൻഡു. പാലക്കാട് ജില്ലയിലെ മേലാർമൂട് ഇടവയിലാണ് എന്റെ വീട്. 98 ഒരു സമയത്ത്
നവംബർ മാസത്തിലെ എന്റെ ഈ വലത്തെ കാല് പാടെ തളർന്നുപോയി. ആയുർവേദ മരുന്ന് കഴിച്ചു, ഇംഗ്ലീഷ് വൈദ്യം കഴിച്ചു, മാറി മാറി മരുന്നുകൾ കഴിച്ചെങ്കിലും ഈ കഴിഞ്ഞ കൊല്ലം വീണ്ടും വേദന കൂടി എനിക്കിത് നീളുകയില്ല, മടക്കുന്നില്ല, അങ്ങനെ വടി പോലെ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്റെ ഈ വലത്തെ കാല്. കഴിഞ്ഞ കൊല്ലം വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി അവർ ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞ് ബെൽറ്റ് ഇട്ട് വെയിറ്റ് ഇട്ട് എല്ലാം കണ്ടെങ്കിലും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങളുടെ ഇടവകയിൽ ബഹുമാനപ്പെട്ട വട്ടായച്ചന്റെ ധ്യാനം എനിക്ക് വേണ്ടി നടന്നതാണെന്ന് തോന്നി. കാരണം ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം കൗൺസിലിങ്ങും ആരാധനയും ഇത് രണ്ടിടയില് ദൈവം, ജീവിക്കുന്ന ദൈവം എന്നെ തൊട്ട് സുഖപ്പെടുത്തി. കാരണം എന്റെ വലത്തെ കാല് ഇന്നിപ്പോ എത്ര മണിക്കൂർ വേണമെങ്കിലും മടക്കി മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, പൊന്തയെല്ലാം എല്ലാം ചെയ്യാം. പക്ഷെ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായില്ല. കാരണം ഞാൻ നേരത്തെ പല ധ്യാനത്തിലും പോയിരുന്നു. എങ്കിലും എന്നെ ഞങ്ങളുടെ ഇടവക ധ്യാനത്തിൽ വെച്ച് ദൈവം എന്നെ ശരിക്കും സ്പർശിച്ചു. അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ദൈവം, ഞാൻ അറിയും മുമ്പ് എന്റെ കാര്യങ്ങൾ ദൈവം അറിയുന്നുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് വന്നു. യേശുവെ നന്ദി, യേശുവെ മുട്ടുകുത്തിക്ക് തളർന്നു പോയ കാലുകളായിരുന്നു. കർത്താവ് പിന്നീട് സുഖപ്പെടുത്തി. പക്ഷെ മുട്ടുമടക്കാൻ സാധിക്കരുത്. എന്നാൽ മുട്ടുമടക്കം കൊടുത്ത കൈയടിച്ച് വർത്താനം പറഞ്ഞ് എന്റെ കുടുംബത്തിൽ എന്റെ മൂത്ത മകൻ കല്യാണം കഴിച്ചു. 12 വർഷമായിട്ട് അവനൊരു കുട്ടിയെ പോലും ഭർത്താവ് കൊടുത്തില്ല. അതിനുശേഷം രണ്ടാമത്തെ വിവാഹം കഴിച്ചു. 5 വർഷമായി അവനും കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞു പോലും ഇല്ലല്ലോ നോക്കി ഞങ്ങൾ നിരാശയിൽ കഴിയുമ്പോൾ ഇവിടെ സെമിയ ധ്യാന മന്ദിരത്തിൽ ആത്മീയ സൗഖ്യ ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും എന്റെ ഭർത്താവും കൂടെ കൂടി ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ആ ധ്യാനത്തിന്റെ അവസാനത്തെ ആരാധനയുടെ സമയത്ത് ഒരു കുഞ്ഞു പിറന്നു വീണ ഒരു കുഞ്ഞിന്റെ സ്വരം കേൾക്കുവാൻ ഇടയാവുകയും ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കാണ് ആ സ്വരം കേൾക്കുവാൻ ഇടയായത്. അത് കഴിഞ്ഞ് വീണ്ടും 3 വർഷം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. 15ാമത്തെ വർഷം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇത് 2ാമത്തെ ഒരു കുഞ്ഞിനെയും കൂടെ നൽകി ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 15 വർഷക്കാലത്തിന് ശേഷം